നമുക്ക് ആ മൊഡ്യൂൾ 5 കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്കിൽ കുറച്ച് പ്രോബ്ലംസ് ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർക്കൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പോൾ ഇതാണ് നോട്ടിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ ഫിഗർ മിസ്സിംഗ് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ഒന്ന് ഇടാം. ഇതാണ് ആക്ച്വലി ക്വസ്റ്റ്യൻ. സോ 2 ബസ് സിസ്റ്റമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതാണ് തന്നിരിക്കുന്ന സിസ്റ്റം. സോ ഇവിടെ 2 പ്ലാന്റ് ഉണ്ട്. P1 P2 ആണ് 2 പ്ലാന്റിൻ്റെ ജനറേഷൻ. ദെൻ ലോഡ് കാണിച്ചിട്ടുണ്ട്. ബസ് 2ലാണ് ലോഡ് കാണിച്ചിരിക്കുന്നത്. അതായത് പ്ലാന്റ് 2ഉം ലോഡും അടുത്തടുത്താണ്, നിയർ ബൈ ആണ്. സോ അത് തമ്മിൽ ട്രാൻസ്മിഷൻ ലോസ് വരുന്നില്ല. സോ P1ഉം ലോഡുമായിട്ടാണ് ട്രാൻസ്മിഷൻ ലോസിൻ്റെ ഒരു റിലേഷൻ വരുന്നത്. സോ അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് 2 പ്ലാന്റിൻ്റെയും ഇൻക്രിമെൻ്റൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. dF1/dP1 ആൻഡ് dF2/dP2 തന്നിട്ടുണ്ട്. ദെൻ അത് കൂടാതെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഇഫ് എ ലോഡ് ഓഫ് 125 megawatts ഈസ് ടു ബി ട്രാൻസ്മിറ്റഡ് ഫ്രം പ്ലാൻ 1 ടു ലോഡ്. പ്ലാന്റ് 1ൽ നിന്ന് ലോഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്താൽ ആ സമയത്തുണ്ടാകുന്ന ലോസ് 15.625 ആണ് തന്നിട്ടുള്ളത്. അതൊരു കണ്ടീഷനാണ്. അതേപോലെ കോസ്റ്റ് ഓഫ് റിസീവ്ഡ് പവർ എന്ന് പറഞ്ഞിട്ട് ₹/MWh ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 24. അത് ലാംഡയുടെ വാല്യൂ ആണ്. സോ ലാംഡ വാല്യൂം ഗിവൺ ആണ്, ഇൻക്രിമെൻ്റൽ കോസ്റ്റും ഗിവൺ ആണ്. ഇത്രയും ഡേറ്റയാണ് ക്വസ്റ്റ്യനിൽ വരുന്നത്. സോ ഇതിൽ നമുക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ലോസിൻ്റെ ഒരു റിലേഷൻ എഴുതാനുള്ളതാണ്. ഇതാണ് ട്രാൻസ്മിഷൻ ലോസിൻ്റെ 2 പ്ലാന്റ് വരുമ്പോൾ ഉള്ള റിലേഷൻ. ദാറ്റ് ഈസ് PL is equal to P1² B11 പ്ലസ് P2² B22 പ്ലസ് 2P1 P2 B12. ഇതിൽ നമുക്കിവിടെ തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ പ്ലാന്റ് 1ൽ നിന്ന് ലോഡിലേക്കാണ് ട്രാൻസ്മിഷൻ ലോസ് പറയുന്നത്. പ്ലാന്റ് 2ന് ട്രാൻസ്മിഷൻ ലോസിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്. കാരണം ലോഡ് പ്ലാന്റ് 2ൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ P2 എന്ന ടേംസ് എല്ലാം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ അതുകൊണ്ട് ഈ 2 ടേംസ് നമുക്ക് ഇക്വേഷനിൽ നിന്ന് ഒഴിവാക്കാം. ബാക്കിയുള്ളത് ഇതാണ്. PL is equal to P1² B11. അപ്പോൾ അതിൽ P1² എന്ന് പറഞ്ഞാൽ പ്ലാന്റ് 1ൻ്റെ പവറാണ്. B11 എന്ന് പറയുന്നത് ബി കോഎഫിഷ്യൻറ്റ്, അതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. സോ അതിനാണ് നമുക്കിവിടെ ഒരു കണ്ടീഷൻ തന്നേക്കുന്നത്. ദാറ്റ് ഈസ് ഫോർ P1 പവർ 125 ട്രാൻസ്മിറ്റ് ചെയ്താൽ അവിടുത്തെ ട്രാൻസ്മിഷൻ ലോസ് ഇത്രയാണ് തന്നിട്ടുണ്ട്. സോ അത് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ബാക്കി അൺനോൺ ആയിട്ടുള്ള B11 ആണ്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് കിട്ടിയിരിക്കുന്നത് .001 എന്ന് പറയുന്ന വാല്യൂ. സോ അതാണ് ഫസ്റ്റ് ചെയ്യാനുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രാൻസ്മിഷൻ ലോസിൻ്റെ ജനറൽ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. PL is equal to B11ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ PL is equal to .001 P1² എന്ന് കിട്ടും. സോ ഇത്ര എഴുതി കഴിഞ്ഞാൽ ഇനി ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് സോൾവ് യൂസിങ് കോർഡിനേഷൻ ഇക്വേഷൻ ആൻഡ് പെനാൽറ്റി ഫാക്ടർ മെത്തേഡ് എന്നാണ്. അപ്പോൾ കോർഡിനേഷൻ ഇക്വേഷനും പെനാൽറ്റി ഫാക്ടർ ഇക്വേഷനും രണ്ടും സെയിം ആണ്. കോർഡിനേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഡെറിവേഷനിൽ കിട്ടുന്ന ഇക്വേഷനാണ്. സോ ഇത് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഒന്നുകൂടെ മോഡിഫൈ ചെയ്താണ് നമുക്ക് പെനാൽറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ എക്സാമിന് 2 രീതിയിൽ ചെയ്യാൻ പറഞ്ഞാൽ മാത്രം 2 രീതിയിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സോൾവ് എന്ന് മാത്രം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രം ചെയ്താൽ മതിയാവും. അപ്പോൾ ആദ്യം നമ്മൾ കോർഡിനേഷൻ ഇക്വേഷൻ മെത്തേഡാണ് എടുക്കുന്നതെങ്കിൽ ആ ഇക്വേഷൻ എഴുതുക. ഇവിടെ dCi/dPi പ്ലസ് ലാംഡ ∂PL/dPi ഈക്വൽ ടു ലാംഡ. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് dCi/dPi. അപ്പോൾ ഫസ്റ്റ് പ്ലാന്റാണ് എടുക്കുന്നത്. സോ അത് dC1/dP1 ആവും. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. dC1/dP1 എന്ന് പറയുന്നത് dF1/dP1 എന്ന് പറയുന്നത് സെയിം ആണ്. ഇറ്റ് ക്യാൻ ബി C or F, രണ്ടും സെയിം ആണ്. അപ്പോൾ അത് ഗിവൺ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ദെൻ ലാംഡ വാല്യൂസും ഗിവൺ ആണ്. പിന്നെ വേണ്ടത് ∂PL/dP1 ആണ്. PLൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ ഓൾറെഡി ഇപ്പോൾ അറിയാം. അതിൽ നിന്ന് P1 വെച്ചിട്ടുള്ള ഡെറിവേറ്റീവ് എടുത്താൽ മതി. സോ നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത്രയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി അതിൽ നിന്ന് സോൾവ് ചെയ്ത് P1ൻ്റെ വാല്യൂ കിട്ടും. ഇതാണ് എക്കണോമിക് ഡിസ്പാച്ച് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന P1, അതായത് യൂണിറ്റ് 1ൻ്റെ പവർ ജനറേഷൻ എന്ന് പറയുന്നത്. എക്സാക്ട് സിമിലർ വേയിലാണ് നമ്മൾ പ്ലാന്റ് 2ഉം ചെയ്യേണ്ടത്. സോ അവിടെ ആകുമ്പോഴത്തേക്കും ഇക്വേഷൻ എഴുതുമ്പോൾ dC2/dP2 ആവും. ബാക്കി ചേഞ്ചസ് ഒന്നും ഇല്ല. സോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന dC2/dP2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ∂PL/dP2 0 ആയിരിക്കും. കാരണം നമുക്ക് PL എന്ന് പറയുന്ന ഇക്വേഷനിൽ P1ൻ്റെ ടേം മാത്രമേ ഉള്ളൂ, P2ൻ്റെ ടേം ഇല്ല. സോ അതുകൊണ്ട് തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ 0 ആയിരിക്കും. ആ ടേം തന്നെ 0 ആയി പോകും. സോ അതിൽ നമുക്ക് എന്ത് കിട്ടും? P2ൻ്റെ വാല്യൂവും കിട്ടും. സോ ഇങ്ങനെ P1ഉം P2ഉം കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് കോർഡിനേഷൻ ഇക്വേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് P1ഉം കിട്ടി P2ഉം കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ട്രാൻസ്മിഷൻ ലോസ് ഡയറക്റ്റ് എഴുതാം. കിട്ടിയ P1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കൊരു ന്യൂ വാല്യൂ ഓഫ് ട്രാൻസ്മിഷൻ ലോസ് കിട്ടും, PL. ദെൻ ആക്ച്വൽ ലോഡ് ഡിമാൻഡ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. സോ ടോട്ടൽ ലോഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് ടോട്ടൽ ജനറേഷൻ മൈനസ് ആക്ച്വൽ ട്രാൻസ്മിഷൻ ലോസ് ആണ്. സോ ജനറേഷൻ എന്ന് പറയുന്നത് P1 + P2, ലോസ് എന്ന് പറയുന്നത് PL. സോ അതിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് ആക്ച്വൽ ലോഡ് ഡിമാൻഡ് കിട്ടും. ഇതാണ് ഫസ്റ്റ് മെത്തേഡായിട്ട് പറയുന്നത്.
നെക്സ്റ്റ് മെത്തേഡ് പെനാൽറ്റി ഫാക്ടർ മെത്തേഡാണ്. സോ രണ്ടാമത്തെ മെത്തേഡ് ചെയ്യാൻ പറയുന്നത് കൊണ്ട് രണ്ടാമത്തെ മെത്തേഡും കൂടി അപ്ലൈ ചെയ്യാനുള്ളതാണ്. പെനാൽറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇതാണ് പെനാൽറ്റി ഫാക്ടർ 1/1 - ∂PL/∂PI ആണ്. ഇനി പ്ലാൻ 1ൻ്റെ പെനാൽറ്റി ഫാക്ടർ എന്ന് പറയുമ്പോൾ 1/1 - ∂PL/∂P1. ഓൾറെഡി നമ്മൾ PLൻ്റെ ഡെറിവേറ്റീവ് എഴുതി വെച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, L1 കിട്ടും. ദെൻ കണ്ടീഷൻ ഫോർ ഒപ്റ്റിമം ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് L1 × DC1/dP1 = ലാംഡയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിൽ നിന്ന് P1 കിട്ടും. സിമിലർലി പ്ലാന്റ് 2 എടുക്കുക. അവിടെ ∂PL/∂P2 0 ആണ്. അഗെയിൻ L2 കണ്ടുപിടിക്കുക. L2ൻ്റെ വാല്യൂ 1 കിട്ടും. ട്രാൻസ്മിഷൻ ലോസ് 0 ആണെങ്കിൽ പെനാൽറ്റി ഫാക്ടർ 1 ആയിരിക്കും, അതിന് എഫക്റ്റ് ഇല്ല. സോ L2 × DC2/dP2 = ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അവിടെ നിന്ന് P2 കിട്ടും. നേരത്തെ ചെയ്ത സെയിം ഇക്വേഷൻ ലോ ഡിമാൻഡ് = P1 + P2 - PL സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. രണ്ട് മെത്തേഡിലും ചെയ്യുന്ന ക്വസ്റ്റ്യൻ സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് മെത്തേഡ് ഓഫ് കാൽക്കുലേഷനും ചെയ്ത് കറക്റ്റാണ് നമുക്ക് മനസ്സിലാക്കുക. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 2 യൂണിറ്റ്സ് ഉണ്ട്. അതിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഫ്യൂൽ കോസ്റ്റ് F1 ആൻഡ് F2. ഇറ്റ് ഈസ് ഇൻ റുപ്പീസ്/അവർ. അപ്പോൾ F1 F2 അല്ലെങ്കിൽ C1 C2 തരാം. ദെൻ P1 ഉം P2 മെഗാവാട്ട്സിലാണെന്ന് പറയുന്നുണ്ട്. ജനറേറ്റിംഗ് ലിമിറ്റ്സ് തന്നിട്ടുണ്ട്. ഫോർ P1 ഇറ്റ് ഈസ് 20 to 100 ആൻഡ് P2 ഓൾസോ ഇറ്റ് ഈസ് 20 to 100 മെഗാവാട്ട്സ്. അപ്പം നമുക്ക് കിട്ടുന്ന എക്കണോമിക് ഷെഡ്യൂളിംഗ് ആണ് ചോദിച്ചേക്കുന്നത്. ഫോർ എ ടോട്ടൽ ലോ ഡിമാൻഡ് ഓഫ് 180 മെഗാവാട്ട്സ്. P1 + P2 180 ആണെന്ന് പറയുന്നുണ്ട്. ദെൻ നമ്മളതിൽ നിന്ന് എങ്ങനെയാണ് അത് ഷെയർ ചെയ്യുന്നുള്ളതാണ് എക്കണോമിക് ഡിസ്പാച്ച് വഴി കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിച്ച വാല്യൂ P1 ആയാലും P2 ആയാലും ഗിവൺ ലിമിറ്റ്സിനുള്ളിലാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമുക്ക് നോർമലി എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു എക്കണോമിക് ഡിസ്പാച്ചിൻ്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ മതിയാവും. ഇവിടെ ട്രാൻസ്മിഷൻ ലോസ് പറയുന്നില്ല, അതുകൊണ്ട് നമുക്ക് വിത്തൗട്ട് ട്രാൻസ്മിഷൻ ലോസിൻ്റെ കണ്ടീഷൻ എടുത്താൽ മതി. ദാറ്റ് ഈസ് IC1 = IC2 = ലാംഡ. ദെൻ IC1 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഓഫ് യൂണിറ്റ് 1 എന്ന് പറഞ്ഞാൽ F1 ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് മീൻസ് P1 ആയിട്ടുള്ള ഡെറിവേറ്റീവ് എടുക്കുക. dF1/dP1 എടുത്താൽ നമുക്കൊരു റിലേഷൻ കിട്ടും. സിമിലർലി സെക്കൻഡ് യൂണിറ്റിൻ്റെ dF2/dP2 എടുക്കുക, ഒരു റിലേഷൻ കിട്ടും. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിലാണ് എക്കണോമിക് ഡിസ്പാച്ച് ആവുന്നത്. സോ ഈ രണ്ട് ടേംസും ഇക്വേറ്റ് ചെയ്യുക. അതാണ് കണ്ടീഷൻ ഫോർ ഒപ്റ്റിമം ലോഡ് ഡിവിഷൻ. സോ അത് ഇക്വേറ്റ് ചെയ്താൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതാണ് ഇവിടെ കൊടുത്തേക്കുന്ന ഇക്വേഷൻ. അതേപോലെ തന്നെ ലോ ഡിമാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് P1 + P2 = 180 ആണ്. സോ അതും നമുക്ക് രണ്ടാമത്തെ റിലേഷനാണ്. ഈ രണ്ട് റിലേഷൻസ് തമ്മിൽ സോൾവ് ചെയ്യുക. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. സോ രണ്ട് റിലേഷൻസ് തമ്മിൽ ഒന്നിൽ മാനുവലി ഇതേപോലെ മാനുവലി സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് ഇക്വേഷൻസ് കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്താൽ നമുക്ക് P1 ആൻഡ് P2ൻ്റെ വാല്യൂസ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ ഓഫ് P1 ആൻഡ് P2 P1 അല്ല, അത് നമുക്ക് P2 കിട്ടുന്നുണ്ട്. P2ൻ്റെ വാല്യൂ 109 ആണ്. സോ നമുക്ക് ഓൾറെഡി ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം വാല്യൂ ഓഫ് പവർ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ ലിമിറ്റിന് പുറത്ത് പോയാൽ നമുക്ക് ആ ഓപ്ഷൻ ഫീസിബിൾ അല്ലാത്തതുകൊണ്ട് ആ മാക്സിമം ലിമിറ്റ് എത്രയാണോ അത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ P2ൻ്റെ വാല്യൂ ഒബ്വിയസ്ലി 100 ആയിരിക്കും. 100 ആയാൽ P1ൻ്റെ വാല്യൂ 180 ആണ് ടോട്ടൽ വേണ്ടത്. ബാക്കി 80 ആയിരിക്കും P1ൽ പോകുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ എത്രയാണോ കിട്ടുന്നത് ആ വാല്യൂ നമുക്ക് എടുക്കാം. ലിമിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ലിമിറ്റിനുള്ളിലാണോ നോക്കുക. ലിമിറ്റിന് പുറത്ത് പോയാൽ ലോവറിൽ താഴെയാണ് പോകുന്നതെങ്കിൽ ആ വാല്യൂ ലോവറിൽ ഫിക്സ് ചെയ്യുക. അപ്പറിൽ മുകളിലേക്ക് പോകണമെങ്കിൽ ആ വാല്യൂ അപ്പറിൽ ഫിക്സ് ചെയ്യുക. ബാക്കിയായിരിക്കും സെക്കൻഡ് മെഷീനിൽ നമ്മൾ ഷെയർ ചെയ്യേണ്ടി വരുന്നത്. സോ ഈ ടൈപ്പ് പ്രോബ്ലം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ആ ലിമിറ്റിൻ്റെ കേസ് വരുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. സെയിം ടൈപ്പിലുള്ള 3 പ്ലാന്റ് വരുന്ന പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അതിൽ P1 + P2 + P3 = 180. ആക്ച്വലി ഈ ഒരു പ്രോബ്ലത്തിൽ 180 ആണ്. ഈ ക്വസ്റ്റ്യനിൽ ഇത് 800 ആയിട്ടല്ല 180 ആയിട്ടാണ് എടുത്തേക്കുന്നത്. ക്വസ്റ്റ്യനിൽ കറക്റ്റ് ചെയ്താൽ മതിയാവും. സോ P1 + P2 + P3 = 180 ഇട്ടാണ് ഇതിൽ ചെയ്തേക്കുന്നത്. അപ്പം സോ ഇതിൽ നമ്മൾ 3 സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. ഇത് ഇക്വേറ്റ് ചെയ്താൽ 3 സെറ്റ് ഓഫ് ഇക്വേഷൻസ് വരും. അതേപോലെ ടോട്ടൽ ലോ ഡിമാൻഡിൻ്റെ ഇക്വേഷൻ P1 + P2 + P3 = 180 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്ത് P1 P2 P3 കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എലിമിനേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഒരു ഈസി മെത്തേഡ് പറയുകയാണ്. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇതിൽ P3 ഉള്ളൊരു ഇക്വേഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ ഈ സെക്കൻഡ് ഇക്വേഷനിൽ P3 വരുന്നുണ്ട്. അത് സെലക്ട് ചെയ്ത് അതിൽ നിന്ന് P3 = എത്രയാണെന്നുള്ളത് എഴുതുക. ബാക്കി ടേംസ് എല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. P3 = 0.012 P2 - 0.3 ഡിവൈഡഡ് ബൈ 0.018 എന്ന് കിട്ടും. സോ ആ P3 വാല്യൂ എന്ത് ചെയ്യുക, നമ്മുടെ ഈ P1 + P2 + P3 = 180 എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് ആ P3 അതിൽ നിന്ന് എലിമിനേറ്റ് ആയിട്ട് പോകും. അതിൽ നിന്ന് നമുക്ക് P1 ആൻഡ് P2 വരുന്നൊരു റിലേഷൻ കിട്ടും. അതാണ് നമ്മളിവിടെ ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്തേക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് P1 ആൻഡ് P2ൻ്റെ ഒരു ഫൈനൽ ഇക്വേഷൻ കിട്ടും. ദെൻ ഈ ഇക്വേഷൻ നമുക്കിവിടെ ആദ്യത്തെ കണ്ടീഷനിൽ P1 ആൻഡ് P2 മാത്രമൊരു ഇക്വേഷൻ ഉണ്ട്. ഈ രണ്ട് ഇക്വേഷൻ കൂടി സോൾവ് ചെയ്താൽ നമുക്ക് P1 കിട്ടും P2 കിട്ടും. കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്താൽ മതി. P1 P2 കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ P3 കിട്ടും. ഇങ്ങനെയാണ് 3
മെഷീൻസ് വരുന്ന കേസിൽ എക്കണോമിക് ഷെയറിങ് ചെയ്യാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് രീതി വേണമെങ്കിലും എലിമിനേറ്റ് ചെയ്യാം. അത് ഈസി ആയിട്ട് കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡ് എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. ആ സെക്കൻഡ് റിലേഷൻ എടുക്കുക, അതായത് P3 വരുന്ന റിലേഷൻ എടുക്കുക, അതിൽ നിന്ന് P3 ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതി നമ്മുടെ ഈ ടോട്ടൽ ലോഡിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ P3 അതിൽ നിന്ന് എലിമിനേറ്റ് ആയി പോകും. എന്നിട്ട് P1 ആൻഡ് P2 വരുന്ന രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സോൾവ് ചെയ്ത് P1 ഉം P2 കണ്ടുപിടിക്കുക, ദെൻ P3 മെയിൻ ഇക്വേഷന് സബ്ട്രാക്ട് ചെയ്ത് കണ്ടുപിടിക്കുക. ഇങ്ങനെയാണ് ഈ ഒരു കേസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഒരുപാട് പേര് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഒന്നുകൂടെ പറയുന്നത്. ഇവിടെ അതിൻ്റെ ആൻസർ വരുന്നുണ്ട്. ആദ്യം P1 ഉം P2 ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ P1 ഉം P2 ഉം കിട്ടുന്നുണ്ട്. ദെൻ അഗെയിൻ P3 അതിൽ നിന്ന് മൈനസ് ചെയ്ത് എടുക്കുകയാണ്. സോ ഇതാണ് ഫൈനൽ വാല്യൂ. ഇതൊരു തവണ സോൾവ് ചെയ്ത് നോക്കുക, അത് കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനും നമ്മൾ ഓൾറെഡി പറഞ്ഞ ടൈപ്പ് തന്നെയാണ്. നമ്മൾ ആദ്യം പെനാൽറ്റി ഫാക്ടർ ആൻഡ് കോർഡിനേഷൻ ഇക്വേഷൻ രണ്ട് മെത്തേഡ് ചെയ്ത സെയിം പ്രോബ്ലം തന്നെയാണ്. അത് റിപ്പീറ്റായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെയും സിസ്റ്റം രണ്ട് പ്ലാന്റുള്ള സിസ്റ്റം, 2 യൂണിറ്റുള്ള സിസ്റ്റമാണ്. രണ്ടിൻ്റെയും കോസ്റ്റ് തന്നിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നുണ്ട്, വെൻ എ പവർ ഓഫ് 120 മെഗാവാട്ട്സ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം പ്ലാന്റ് 1 ടു ലോഡ് ഈസ് നിയറർ ടു പ്ലാന്റ് 2 ആണ്. ആൻഡ് ലോസ് എന്ന് പറയുന്നത് 16 പോയിൻറ്റ് ആ വാല്യൂ ആണ് തന്നേക്കുന്നത്. സോ ആ കണ്ടീഷൻ ഫസ്റ്റ് തന്നേക്കുന്നത് B11 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾസോ ലാംഡ വാല്യൂ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 36 റുപ്പീസ് പെർ മെഗാവാട്ട് അവർ. അപ്പം നേരത്തെ ചെയ്ത സെയിം കേസ് തന്നെയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്താൽ മതിയാവും. സോ C1 ഉം C2 തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി അതിൽ നിന്ന് dC1/dP1 ആൻഡ് dC2/dP2 രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ലാംഡ വാല്യൂ ഓൾസോ ഗിവൺ. ദെൻ ഫസ്റ്റ് കണ്ടീഷൻ, ഈ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന ഈ ഒരു കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് ട്രാൻസ്മിഷൻ ലോസിൻ്റെ ഇക്വേഷൻ എഴുതുക. അപ്പോൾ ഇവിടെയും P1 ടേം മാത്രമേ വരുന്നുള്ളൂ, കാരണം P2 കൂടെയാണ്, സെക്കൻഡ് പ്ലാന്റിൻ്റെ അടുത്താണ് ലോഡ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ടേംസ് ഒന്നും നമുക്ക് എടുക്കേണ്ടതില്ല. സോ അതിൽ ഇതേപോലെ സെയിം കണ്ടീഷൻ PL 16.4 അതേപോലെ P1 120 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് B11 ആൻസർ കിട്ടും, വാല്യൂ കിട്ടും. നേരത്തെ ചെയ്ത സെയിം ആൻസർ തന്നെയാണ് വരുന്നത്. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ പെനാൽറ്റി ഫാക്ടർ മെത്തേഡ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ആദ്യത്തെ പ്ലാന്റിൻ്റെ പെനാൽറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക, 1/1 മൈനസ് DP/PI ആണ്. സോ PLൻ്റെ ഇക്വേഷൻ ഓൾറെഡി കിട്ടി. അതിൽ നിന്ന് DP1 എടുക്കുക, അതേപോലെ DP2 എടുക്കുക. ദെൻ പ്ലാന്റ് 1 ആകുമ്പോഴത്തേക്കും ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, 1/1 മൈനസ് DP1. അതേപോലെ പ്ലാന്റ് 2 ആകുമ്പോഴത്തേക്കും 1/1 മൈനസ് DP2. DP2 0 ആണ്, കാരണം അവിടെ വാല്യൂ വരുന്നില്ല. പ്ലാന്റ് 1 വാല്യൂ ഉണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒപ്റ്റിമം ഷെഡ്യൂളിങ്ങിൻ്റെ കണ്ടീഷൻ കൊടുക്കുക, L1 × dC1/dP1 ഈക്വൽ ടു ലാംഡ. അതേപോലെ താഴെ അടുത്ത പ്ലാനിലാകുമ്പോൾ L2 × dC2/dP2 ഈക്വൽ ടു ലാംഡ. രണ്ടിലും എല്ലാ വാല്യൂസും അവൈലബിൾ ആണ്. L1 അറിയാം, ലാംഡ അറിയാം, dC1/dP1 അറിയാം. അതിൻ്റെ അകത്ത് അൺനോൺ ആയിട്ട് P1 മാത്രമേ വരുന്നുള്ളൂ. P1 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സിമിലർലി പ്ലാന്റ് 2 അൺനോൺ ആയിട്ട് P2 മാത്രമാണ് വരിക. സോ P2 കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടിൻ്റെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ട്രാൻസ്മിഷൻ ലോസ് ഇക്വേഷൻ്റെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ടോട്ടൽ ലോഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് P1 + P2 - PL ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ടോട്ടൽ ലോഡ് ഡിമാൻഡ് കിട്ടും. സോ സെയിം പ്രോബ്ലം രണ്ട് രീതിയിൽ ചോദിച്ചേക്കുന്നേ ഉള്ളൂ. സോ അങ്ങനെയും ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെയിം രണ്ട് പ്ലാന്റിൻ്റെ 2 യൂണിറ്റ് വരുന്ന ക്വസ്റ്റ്യനാണ്. ഫ്യൂൽ കോസ്റ്റ് F1 ആൻഡ് F2 ഇൻ റുപ്പീസ് പെർ അവർ തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ ദി എക്കണോമിക് ഓപ്പറേറ്റിംഗ് ഷെഡ്യൂളാണ് ചോദിച്ചേക്കുന്നത്. മാക്സിമം വാല്യൂ തന്നിട്ടുണ്ട് 100 ആൻഡ് മിനിമം 25 ആണ്. ദെൻ ടോട്ടൽ ലോഡ് ഡിമാൻഡ് എന്ന് പറയുന്നതാണ് P1 + P2 ആയിട്ട് എടുക്കേണ്ടത്. അതാണ് 180 മെഗാവാട്ട്സ്. അത് 100 ആയിട്ടോ ഒന്നും മിസ്റ്റേക്ക് ആയിട്ട് എടുക്കരുത്. ടോട്ടൽ ലോഡ് ഡിമാൻഡ് എന്ന് പറയുമ്പോഴാണ് അത് P1 + P2 ആവുന്നത്. സോ അതും തന്നിട്ടുണ്ട്. ദെൻ ട്രാൻസ്മിഷൻ ലോസസ് നെഗ്ലക്റ്റഡ് ആണ്. ആൻഡ് ഇഫ് ദ ലോഡ് ഈസ് ഈക്വലി ഷെയർഡ് ബൈ ബോത്ത് യൂണിറ്റ്സ്, 2 യൂണിറ്റ്സും ലോഡ് ഈക്വലി ഷെയർ ചെയ്താൽ എത്രയാണ് കോസ്റ്റിൽ വരുന്ന ഡിഫറൻസ് എന്നാണ്. എങ്ങനെ ചെയ്താലും നമ്മൾ എക്കണോമിക് ഓപ്പറേഷൻ വഴി ഷെഡ്യൂൾ ചെയ്യുന്ന പവറിൻ്റെ അത് വെച്ചിട്ടുള്ള കോസ്റ്റ് ആയിരിക്കും മിനിമം വരിക. അതാണ് ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് F1 F2 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് DF1 DF2 ഡെറിവേറ്റീവ് എഴുതുക. കണ്ടീഷൻ ഫോർ എക്കണോമിക് ഡിസ്പാച്ച് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് P1 + P2 = 180. സെയിം നേരത്തെ ചെയ്ത സെയിം പ്രോബ്ലമാണ്. കാൽക്കുലേറ്ററിൽ കൊടുക്കുക, ആൻസർ എടുക്കുക. കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഇവിടെ P1 വാല്യൂ 88.89 P2 91.11 ആണ്. രണ്ടും നമുക്ക് പറഞ്ഞ മാക്സിമം ലിമിറ്റ് 100 ആണ്. സോ 100-നുള്ളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വാല്യൂസ് അങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം, അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. സോ എന്നിട്ട് കോസ്റ്റ് കണ്ടുപിടിക്കുക. F1 ആൻഡ് F2 ആണ് ടോട്ടൽ കോസ്റ്റ്. F1 + F2 ആണ് ടോട്ടൽ കോസ്റ്റ്. അത് F1 കണ്ടുപിടിക്കുക. F1 നമുക്ക് P1² ആൻഡ് P1, ആ P1 വാല്യൂ ഇപ്പോൾ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ F1 കിട്ടും ഇൻ റുപ്പീസ് പെർ അവർ. സിമിലർലി F2 ഇക്വേഷനിൽ P2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കോസ്റ്റ് കണ്ടുപിടിക്കുക, രണ്ടും കൂടി സം ചെയ്യുക. അതാണ് ടോട്ടൽ കോസ്റ്റ് ഇൻ റുപ്പീസ് പെർ അവർ ഫോർ എക്കണോമിക് ഷെഡ്യൂളിംഗ്. അത് ഫസ്റ്റ് കേസ്. ദെൻ രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പം ഈക്വൽ ഷെയറിംഗ് ആണ്. അവിടെ P1 ഉം P2
180 ആണ് ടോട്ടൽ വേണമെങ്കിൽ ഈക്വലായിട്ട് ഷെയർ ചെയ്യുമ്പോൾ 90 ആവും. സോ F1 അവിടെ വേറെ കാൽക്കുലേഷൻ ഒന്നും വരുന്നില്ല, ഡിവൈഡ് ബൈ 2 എടുത്താൽ മതി. സോ F1ൽ 90 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, F2ൽ 90 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടോട്ടൽ എടുക്കുക. അതായിരിക്കും ടോട്ടൽ കോസ്റ്റ് ഇൻ റുപ്പീസ് പെർ അവർ. ഇനി രണ്ട് കേസിൻ്റെയും കൂടെ ടോട്ടൽ കോസ്റ്റ് ഡിഫറൻസ് എടുക്കുക. ആദ്യത്തത് 10,215 ആണ്, അടുത്തത് 10,214.43. സോ ആ ഡിഫറൻസ് വരുന്നത് 0.57 ആണ്. അത്രയും റുപ്പീസ് പെർ അവർ. അതാണ് സേവിങ്സ് ഒബ്റ്റൈൻഡ് ബൈ എക്കണോമിക് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഇനി ഇത് റുപ്പീസ് പെർ അവർ ആണ്. ഇനി ഒരു ദിവസത്തെ അല്ലെങ്കിൽ പെർ ഡേ പ്രോഫിറ്റ് എത്രയെന്ന് ചോദിച്ചാൽ ഇൻറ്റു 24 എടുക്കുക. അങ്ങനെ എത്ര ഡേയ്സോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതിയാവും. ഇങ്ങനെയാണ് ആ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ഇത് നെക്സ്റ്റ് ഈ ഒരു പ്രോബ്ലം കൂടി വരുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ ചെയ്ത ടൈപ്പ് പ്രോബ്ലം തന്നെയാണ്. രണ്ട് പ്ലാന്റിൻ്റെ സിസ്റ്റം F1 F2 തന്നിട്ടുണ്ട്, കോസ്റ്റ് തന്നിട്ടുണ്ട്, മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് തന്നിട്ടുണ്ട് 10 and 100. ദ ഡിറ്റർമിൻ ദ മിനിമം കോസ്റ്റ് ഓഫ് ജനറേഷൻ വെൻ ദ ഫോളോയിങ് ലോഡ് ഈസ് സപ്ലൈഡ്. അതായത് ടോട്ടൽ ലോഡ് ഡിമാൻഡ് P1 + P2 തന്നിട്ടില്ല, എത്രയാണെന്ന് വാല്യൂ തന്നിട്ടില്ല, പകരം തന്നേക്കുന്നത് നമുക്ക് ലോഡ് കർവാണ്. ലോഡ് കർവിന് നമ്മളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് മൊത്തം 24 അവറിൻ്റെ ലോഡ് കർവാണ് തന്നേക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു 6 hours 50 MW ആണ്, ലാസ്റ്റത്തെ 6 hours 50 MW ആണ്. സോ ടോട്ടലി ഒരു 12 മണിക്കൂറിന് നമുക്ക് 50 MW കൊടുക്കണം. അടുത്ത 12 മണിക്കൂറിന്, അതായത് 6 AM to 6 AM, അടുത്ത 12 മണിക്കൂറിൽ അത് 150 MW ആണ്. സോ രണ്ട് കണ്ടീഷനാണ് വരുന്നത്. ഒരു 12 മണിക്കൂറിന് ഒരു പർട്ടിക്കുലർ ലോഡും അടുത്ത 12 hours അടുത്ത പർട്ടിക്കുലർ ലോഡുമാണ്. സോ രണ്ട് കേസായിട്ട് കണ്ടുപിടിക്കുക, എന്നിട്ട് ടോട്ടൽ കോസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനായിട്ടുള്ളത്. സോ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 12 hours ആദ്യം 50, സെക്കൻഡ് കേസിൽ 150 ആയിട്ട് എടുക്കുക. സോ വെൻ ലോഡ് ഈസ് 50 MW, P1 + P2 = 50 ആയിട്ട് എടുക്കുക. ദെൻ എക്കണോമിക് കണ്ടീഷൻ്റെ ഓപ്പറേഷൻ്റെ കണ്ടീഷൻ എടുക്കുക. P1 = dC2/dP2 ഇക്വേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷൻ. ദെൻ സെക്കൻഡ് ഇക്വേഷൻ P1 + P2 = 50. ദെൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. P1 ഉം P2 ഉം കാൽക്കുലേറ്റ് ചെയ്യുക. കിട്ടിയ വാല്യൂസ് ഇത് രണ്ടുമാണ്. P1 and P2 ഗിവൺ വാല്യൂസ് നമ്മുടെ ലിമിറ്റിനുള്ളിലാണോ എന്ന് നോക്കുക. ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ F1 F2 ഓൾറെഡി ഗിവൺ ആണ്. F1 and F2ലാണ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. dF1/dP1 ഇട്ട് കൊടുക്കരുത്. കോസ്റ്റിന് ഇക്വേഷൻ F1 and F2 C1 and C2 ആണ്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത്രയും ഇവിടെ ക്വസ്റ്റ്യനിൽ B2 പെർ അവറാണ് തന്നേക്കുന്നത്, അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇതിൽ F1 തന്നേക്കുന്നത് അതിൻ്റെ റിലേഷൻ ഇൻറ്റു 10⁻⁶ BTU പെർ അവർ എന്നാണ്. BTU എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് എന്ന് പറയും. അത് ഫ്യൂവൽ കൺസപ്ഷൻ്റെ യൂണിറ്റ് ആയിട്ട് എടുക്കുന്നതാണ്. അത്രയും BTU പെർ അവർ. ഇനി ഒരു BTU ഒന്നല്ല, 10⁻⁶ BTU, അതായത് ക്വസ്റ്റ്യനിലത് പറയുന്നുണ്ടാവും, ക്വസ്റ്റ്യനിലത് തന്നിട്ടുണ്ടാവും. അതായത് 1 million BTUവിന് എത്ര റുപ്പീസ് ആണെന്നുള്ളത് റുപ്പീസിൽ അതിൻ്റെ വാല്യൂ തരും. ആ വാല്യൂ കൊണ്ട് നമ്മൾ ലാസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അങ്ങനെയാണ് അത് പ്രോബ്ലം ചെയ്യേണ്ടത്. അതായത് 10⁻⁶ അത് നമ്മൾ ഡെറിവേറ്റീവിലൊന്നും എടുക്കേണ്ട, അത് പുറത്ത് അതേപോലെ ഇട്ടിരുന്നാൽ മതിയാവും. സോ രണ്ട് കേസിലും കോസ്റ്റ് കണ്ടുപിടിക്കാം. ആദ്യത്തെ കേസിൽ 150ൽ എക്കണോമിക് ഷെഡ്യൂളിംഗ് എടുക്കുക, കോസ്റ്റ് കണ്ടുപിടിക്കുക. സോ അതാണ് ഇവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് F1 F2 ടോട്ടൽ എടുക്കുക. ദെൻ സിമിലർലി രണ്ടാമത്തെ കേസ് P1 + P2 150 ആവുന്ന കേസ് രണ്ടാമത്തെ കേസായിട്ട് തന്നെ കണ്ടുപിടിക്കുക. സോ അവിടെയും സെയിം ഇക്വേഷൻ, ഇത് സെയിം ഇക്വേഷൻ വരും. P1 + P2 50ക്ക് പകരം 150 കൊടുക്കുക. അവിടെയും എഗെയിൻ ന്യൂ വാല്യൂ ഓഫ് P1 and P2 കിട്ടും. അത് വെച്ചിട്ട് അവിടുത്തെ രണ്ടിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കുക. സോ ഇത്രയും കണ്ടുപിടിച്ചിട്ട് ഇത് ടോട്ടൽ സം ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ F1 and F2 ആഡ് ചെയ്യുക, രണ്ടാമത്തെ കേസിൽ F1 and F2 ആഡ് ചെയ്യുക. അതായിരിക്കും ടോട്ടൽ കോസ്റ്റ്. അത്രയും 10 million BTU പെർ അവർ, അതായത് 10⁻⁶ BTU പെർ അവർ ആണ് നമുക്ക് ഫൈനലി ആൻസർ കിട്ടുന്നത്. ഇനി കോസ്റ്റ് ഓഫ് ഫ്യൂവൽ, ദാറ്റ് ഈസ് ₹2 ആണ് പെർ 10⁻⁶ BTU. ഒരു 1 million BTUവിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ₹2 ആണ്. ഇത് ക്വസ്റ്റ്യനിൽ തരുന്ന വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കിട്ടിയ വാല്യൂവിനെ ഇൻറ്റു 2 ചെയ്താൽ മതിയാവും. അതായത് ഈ 10⁻⁶ BTU എന്നുള്ളത് മാറ്റിയിട്ട് ഈ ബാക്കി കിടക്കുന്ന ഈ വാല്യൂവിനെ ഇൻറ്റു 2, അതായത് 1 billion BTUവിൻ്റെ എമൗണ്ട് അതാണ്. സോ ഇൻറ്റു 2 എടുക്കുക. അപ്പോൾ നമുക്ക് എത്ര റുപ്പീസ് ആണോ അത്രയും റുപ്പീസ് പെർ അവർ കിട്ടും. അതാണ് ഇവിടെ ഇൻറ്റു 2 ചെയ്തേക്കുന്നത്. പ്ലസ് 12 എന്ന് പറയുന്നത് ടോട്ടൽ അവേഴ്സാണ്. അപ്പം അവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ടോട്ടൽ റുപ്പീസ് ആവുന്നത്. സോ അതാണ് ഇവിടെ ടോട്ടൽ കോസ്റ്റായിട്ട് വരുന്നത്. ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ BTU പെർ അവറിൻ്റെ കേസിൽ അത് അങ്ങനെ വന്നാൽ ലാസ്റ്റ് ആ BTU പെർ അവറിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് കൂടി മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പ്രോബ്ലം വന്നാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ലോഡ് ഡിമാൻഡ്സ് കാണും, അതാണ് കർവായിട്ട് തരുന്നത്. രണ്ട് കേസും കണ്ടിട്ട് അത് രണ്ടിൻ്റെയും കൂടെ സമ്മേഷനാണ് ടോട്ടൽ കോസ്റ്റായിട്ട് എടുക്കേണ്ടത്. സെയിം പാറ്റേൺ ഉള്ള പ്രോബ്ലമാണിത്, റിപ്പീറ്റഡ് ആയിട്ട് കിടക്കുന്നത്. ഇവിടെ ജസ്റ്റ് ആ ഒരു കർവിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തെ 12 hours 125ഉം അടുത്ത 12 hours 500ഉം ആണ് വരുന്നത്. സോ നേരത്തെ ചെയ്ത പോലെ രണ്ട് കേസായിട്ട് ചെയ്യാം. ഫസ്റ്റ് 12 hours കേസ് 1 ആയിട്ട് എടുക്കുക. P1 + P2 = 125 എടുക്കുക. അടുത്ത കേസിൽ P1 + P2 =
500 എടുക്കുക. 4 കോസ്റ്റ്, അതായത് ആദ്യത്തെ കേസിൽ F1 + F2, അടുത്ത കേസിൽ F1 + F2. ആദ്യത്തെ കോസ്റ്റ് ഇൻറ്റു 12, അടുത്ത കോസ്റ്റ് ഇൻറ്റു 12, ടോട്ടൽ കോസ്റ്റ് സമ്മപ്പ് ചെയ്യുക. ഇതാണ് ഫൈനൽ ആൻസർ. അപ്പോൾ 2 പ്രോബ്ലം ഒരേ പാറ്റേണിൽ വരുന്നതാണ്.